കടലിന്റെ ആഴങ്ങളിൽ കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ 2000 വർഷത്തോളം മറഞ്ഞുകിടന്ന ഒരു പുരാതന നഗരം ഐനാരിയ ഇപ്പോൾ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഇറ്റാലിയൻ ദ്വീപായ ഇഷ്യയുടെ തീരത്താണ് ഈ വിസ്മയ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഗൈഡഡ് അണ്ടർ വാട്ടർ ടൂറുകളിലൂടെ ഈ പുരാതന ലോകം പര്യവേഷണം ചെയ്യാൻ സന്ദർശകർക്ക് ഇപ്പോൾ ഒരു അപൂർവ അവസരം ലഭിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും മണ്ണടിയലിന്റെയും പാളികൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന കാറ്ററോമാന ഉൾക്കടലിലെ ഈ പുരാതന അവശിഷ്ടങ്ങൾ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുന്നു. പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന പുരാതന തുറമുഖങ്ങൾ, റോമൻ കാലഘട്ടത്തിലെ കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഗ്ലാസ് അടിത്തട്ടുള്ള ബോട്ടുകളിലൂടെയും സ്നോർക്കലിംഗ് വിനോദയാത്രകളിലൂടെയും സന്ദർശകർക്ക് നേരിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയും. ഈ കാഴ്ചകൾ നിങ്ങളെ സമയത്തിലൂടെ പിന്നോട്ട് പുരാതന റോമിന്റെ പ്രതാപകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. AD 150 ക്രെറ്റായിയോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു ശേഷം ഏകദേശം 2000 വർഷത്തോളം ഐനാരിയയുടെ ഭൗതികമായ ഒരു അടയാളവും അവശേഷിച്ചിരുന്നില്ല. കടലിന്റെ ആഴങ്ങളിലേക്ക് പൂർണ്ണമായി മുങ്ങിപ്പോയ ആ നഗരം ഒരു ഐതിഹ്യം പോലെ വിസ്മൃതിയിലാണ്ടു. 1972 2 സ്കൂബ ഡ്രൈവർമാർ ഇഷ്യയുടെ കിഴക്കൻ തീരത്തു നിന്നും റോമൻ കാലഘട്ടത്തിലെ മൺപാത്ര കഷ്ണങ്ങളും 2 ലെഡ് കട്ടകളും കണ്ടെത്തിയപ്പോഴാണ് നഗരത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ അക്കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കാര്യമായ പുരോഗതിയില്ലാതെ അവസാനിച്ചു. പിന്നീട് 2011 പ്രാദേശികരായ ചില നാവികരുടെ ആവേശഭരിതമായ ഇടപെടൽ പുരാവസ്തു ഗവേഷണത്തിന് പുതിയൊരു ദിശാബോധം നൽകി. പിന്നീട് 2011 പ്രാദേശികരായ ചില നാവികരുടെ ആവേശഭരിതമായ ഇടപെടൽ പുരാവസ്തു ഗവേഷണത്തിന് പുതിയൊരു ദിശാബോധം നൽകി. കടലിന്റെ അടിത്തട്ട് ഒഴിച്ചു നടത്തിയ നിരന്തരമായ തിരച്ചിലുകൾക്കൊടുവിൽ ഉൾക്കടലിലെ അഗ്നിപർവ്വത കടൽ തീരത്തിനിടയിൽ റോമൻ കാലഘട്ടത്തിലെ ഒരു കടവിന്റെ അവശിഷ്ടങ്ങൾ, അനേകം നാണയങ്ങൾ, മനോഹരമായ മൊസൈക്കുകൾ, വില്ലകൾ, ഒരു കപ്പലിന്റെ തടിയിലുള്ള അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്താനും അവയെല്ലാം ഐനാരിയ നഗരത്തിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിക്കാനും സാധിച്ചു. ഇഷ്യയിൽ റോമക്കാർ ഒരിക്കലും ഒരു നഗരം നിർമ്മിച്ചിട്ടില്ലെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചായിരുന്നു. BBC-യോട് സംസാരിച്ച പുരാവസ്തു ഗവേഷകയായ ഡോക്ടർ അലക്സാൻഡ്ര ബെനിനി ഈ കണ്ടെത്തൽ ചരിത്രകാരന്മാർക്കും പോലും അത്ഭുതമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ഗ്രീക്ക് പാരമ്പര്യവും റോമൻ പ്രതാപവും ഇറ്റാലിയൻ ഉപദ്വീപിലെ ആദ്യത്തെ ഗ്രീക്ക് കോളനി എന്ന നിലയിൽ ഇഷ്യയെ ചരിത്രപരമായി വളരെ പ്രശസ്തമാക്കി. ബീസങ്ങളായി നഷ്ടപ്പെട്ടു പോയ റോമൻ നഗരത്തിനായുള്ള തിരച്ചിലിന് നേതൃത്വം നൽകിയത് ഇഷ്യ ബാർഷെ കടൽ ടൂറിസം സഹകരണ സംഘത്തിന്റെ സാംസ്കാരിക ശാഖയായ മെറീന ഡി സാൻ അന്നയുടെ സ്ഥാപകനായ ലോറയാണ്. ഞങ്ങൾ 0-ൽ നിന്നാണ് ആരംഭിച്ചത്, എന്നാൽ ഈ സ്വപ്നത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. പിന്നീട് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു, ലോറ BBC-യോട് പറഞ്ഞു. അവിശ്വസനീയമായ ഈ കണ്ടെത്തൽ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും സഹകരണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. കണ്ടെത്തിയ വസ്തുക്കൾ സൂചിപ്പിക്കുന്നത് ഐനാരിയ വെറുമൊരു തുറമുഖം മാത്രമായിരുന്നില്ല, മറിച്ചൊരു ജനവാസ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഒരു നിർണായക സൈനിക ഔട്ട്പോസ്റ്റും കൂടിയായിരുന്നു എന്നാണ്. കടവിലെ തടിയിലുള്ള തൂണുകളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് ഇത് ഏകദേശം BC 75 മുതൽ AD 30 വരെ പഴക്കമുള്ളതാണ്. മൊസൈക് ടൈലുകൾ, എണ്ണവിളക്കുകൾ, മരച്ചീപ്പുകൾ, മീൻപിടുത്ത സൂചികൾ, മനോഹരമായി അലങ്കരിച്ച പ്ലാസ്റ്റർ, റോമൻ കുട്ടികളുടെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം പുരാവസ്തു ഗവേഷകർക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഐനാരിയയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കും ജനജീവിതത്തിലേക്കും മൊസൈക് ടൈലുകൾ, എണ്ണവിളക്കുകൾ, മരച്ചീപ്പുകൾ, മീൻപിടുത്ത സൂചികൾ, മനോഹരമായി അലങ്കരിച്ച പ്ലാസ്റ്റർ, റോമൻ കുളികളുടെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം പുരാവസ്തു ഗവേഷകർക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഐനാരിയയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കും ജനജീവിതത്തിലേക്കും വെളിച്ചം വീശുന്നു. സന്ദർശകർക്ക് ഇപ്പോൾ കടലിനടിയിലെ ഈ പുരാതന നഗരം പര്യവേഷണം ചെയ്യാൻ നിരവധി അവസരങ്ങളുണ്ട്. ഗ്ലാസ് അടിത്തട്ടുള്ള ബോട്ട് ടൂറുകൾ നിങ്ങളെ ജലത്തിനടിയിലെ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കൂടാതെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്നോർക്കലിംഗ് അല്ലെങ്കിൽ സ്കൂബ എക്സ്കർഷനുകളിലൂടെ ഐനാരിയയുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നീന്താനും സാധിക്കും. എല്ലാ ടൂറുകളും സഹകരണ സംഘത്തിന്റെ ചെറിയ ഓഡിറ്റോറിയത്തിൽ ഒരു 3D ഓഡിയോ കാണുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. ഈ വീഡിയോ ഡിജിറ്റലായി പുനർനിർമ്മിച്ച ഐനാരിയയുടെ ചിത്രങ്ങൾ സഹിതം പുരാതന നഗരത്തിലെ തെരുവുകൾ, കെട്ടിടങ്ങൾ, തീരപ്രദേശം എന്നിവയുടെ ആഴത്തിലുള്ള ഒരു കാഴ്ച വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കടലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഐനാരിയയുടെ ഒരു മാനസിക ചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിയിക്കാൻ സഹായിക്കും. ഐനാരിയയുടെ ഈ പുനർജനി ചരിത്രപ്രേമികൾക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ ആവേശം പകരുന്ന ഒന്നാണ്. കാലം മായ്ച്ചു കളഞ്ഞ ഒരു നാഗരികതയുടെ അവശിഷ്ടങ്ങൾ നേരിൽ കാണാൻ ലഭിക്കുന്ന ഈ അവസരം തീർച്ചയായും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും.